ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ വയനാട് ടു മൈസൂർ യാത്രയിലെ അതിലത്തെ 3ാമത്തെ ഡേയ്സുള്ള വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ ബന്ദിപ്പൂർ വഴിയാണ് കേട്ടോ, വയനാട്ടിൽ നിന്ന് ബന്ദിപ്പൂർ വഴിയാണ് മൈസൂരിലേക്ക് പോണത്. അപ്പോൾ അവിടെ സൂര്യകാന്തി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ കർണാടക ബോർഡർ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം അപ്പോഴത്തേക്കും സമയം 12:30 മണിയൊക്കെ ആയി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കയറി ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നല്ലോ, വയനാട്ടിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ നിർത്താതെ ലോങ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ. ഏകദേശം കർണാടക ബോർഡർ എത്തുമ്പോഴത്തേക്കും ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ബിരിയാണി ഒന്നും വേണ്ട, സാധാ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മലയാളികളുടെ ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് ഒന്നിനും കൊള്ളില്ല കേട്ടോ. ചോറാണെങ്കിൽ വെന്തിട്ടില്ല, അതുപോലെ കറികളാണെങ്കിൽ നന്നായിട്ടുമില്ല. പിന്നെ കാശ് കൊടുത്താണല്ലോ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ കുറച്ച് കഴിച്ചു. കുട്ടികളൊക്കെ ബാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ വേണ്ടി പോയത് ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള ആ ഒരു ജയിലിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻട്രൻസിന് ഫീസൊന്നുമില്ല. ഇതുപോലെ അങ്ങ് തുറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ജയിലിൽ നിന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മുടെ സമയത്തുള്ള ജയിലിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതായിരുന്നു കേട്ടോ ടിപ്പു സുൽത്താൻ്റെ സമയത്തുള്ള ആ ഒരു ടൈമിലുള്ള ജയിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റെയർ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. അതിൻ്റെ താഴത്തായിട്ടാണ് ഉള്ളത്. ഇവിടെ അധികം ഒന്നും മെയിൻ്റെനൻസ് പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അന്ന് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അവിടെ ഇവിടെയും ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ജയിലിൻ്റെ ഉൾവശം കേട്ടോ. അധികം ഹൈറ്റൊന്നും ഇല്ല. നമ്മൾ നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ തല ഏകദേശം മുട്ടുന്ന ഒരു രീതിക്കൊക്കെയാണ് കേട്ടോ ഉള്ളത്. നമ്മളിങ്ങനെ താഴ്ന്ന് വേണം പോകാനായിട്ട്. പിന്നെ അവിടെ ഒരു പീരങ്കി കിടക്കുന്നുണ്ട് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പീരങ്കിയാണ് കേട്ടോ. അതവർ അവിടെ സ്റ്റാച്ചു ആക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയിൽ പുള്ളികളിനെ ഈ ഒരു കല്ലിലാണ് കേട്ടോ അതിനെ ബന്ദികളാക്കിയിട്ട് നിർത്താറ്. 2 കൈകളും ഇതിലിങ്ങോട്ട് ബന്ധിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ടാണ് അവരിനെയൊക്കെ ശിക്ഷിക്കാറ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പറഞ്ഞു തന്നത് അയാളുടെ ഭാഷയിലാണ് കേട്ടോ, കർണാടക ഭാഷയിലാണ്. നമുക്ക് മലയാളത്തിലല്ല കേട്ടോ പറഞ്ഞു തന്നത്. പക്ഷെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ആക്ഷൻസൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാവും. പക്ഷെ പറയുന്ന ഭാഷ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പിന്നെ നൈക്കാനോടാണ് എന്തൊക്കെയാണ് ഇത് പറഞ്ഞു തന്നെന്നുള്ളത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു ടൈമിലുണ്ടായ കുറച്ച് കാര്യങ്ങളിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. 245 years 250 ವರ್ಷ ಅದು ಪಿರಿಗಿ ಡ್ಯಾಮೇಜ್ ಆಗಿದೆ. ಇಂಥ ಸಮಾಜದಲ್ಲಿ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಕೋಟೆ ಒಂದು ಕಿಲೋಮೀಟರ್ ಅಂಗ ಮಾರಿ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಮ್ಯೂಸಿಯಂ ಇருக்கு ಸಮರ ಪ್ಯಾಲೇಸ್ ಮಕ್ಕಳಿಗೆ ಟಿಕೆಟ್ ಫ್ರೀ. ನಿಮ್ಮ 7 jents 2 ladies. ಲಾಸ್ಟ್ ಬ್ರಿಟಿಷ್ ಗೌರ್ಮೆಂಟ್ 1799 ಅಂದ ಸಮಯದಲ್ಲಿ ಮಕ್ಕಳಕ್ಕೊಂದು ಸಿಪಾಯಿಗೊಂದು ಭಾರ್ಯಕ್ಕೊಂದು ಅದು ಇನ್ಚಾರ್ಜ್. ಅದೇ ರೋಡ್ ಟಿಪ್ಪುನ ಖಬರ್ ಐತಿ. ಟಿಪ್ಪು ಸುಲ್ತಾನ್ ನೇಮದಲ್ಲಿ ಬರ್ತಿಲೆಲ್ಲ ಟಿಪ್ಪು ಭಾರ್ಯ ಮಕ್ಕಳು ಭಾರ್ಯ ಅದು ಟಿಪ್ಪು ಖಬರ್. ഒരു ഉണ്ട വയ്ക്കും. ಟಿಪ್ಪು ಸುಲ್ತಾನು ಇದು ವರಂಗ ಬರ್ತದೆ ಫರಂಗ ಇದೇ ಮೇನ್ ಟಿಪ್ಪು ಸುಲ್ತಾನ್. ಈ ಸೆಂಟ್ರಲ್ ಗವರ್ಮೆಂಟ್ ಆರ್ಕ್ చేస్తారు, ಅದು ಕ್ಲೋಸ್ ಪಡ್ರಿ. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അവർ പോയിട്ടാ. ആ കാണുന്ന ആ ഒരു വലിയ കല്ല് വെച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊരു ഡോറായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പുറത്തേക്ക് ടിപ്പു സുൽത്താൻ വരുന്നതും പോകുന്നതൊക്കെ അത് പിന്നീട് ഗവൺമെൻറ് വഴി അത് അടച്ചു വെച്ചാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, അവർ ആ നാട്ടുകാരായതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു തന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കാവേരി നദി കാണാം കേട്ടോ. അതാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത്. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ ഖബർസ്ഥാൻ കേട്ടോ. ഇവിടെ അധികമായിട്ട് കാണാനൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു
ടിപ്പു സുൽത്താൻ്റെ ഖബർ മാത്രം കാണാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല, വണ്ടിയിൽ നിന്ന് തന്നെ ജസ്റ്റ് 1-2 ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മ്യൂസിയമാണ് കേട്ടോ ഇത്. അവർ ആ ഒരു ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള മിക്ക സംഭവങ്ങളും അവിടെ ഉണ്ട്. ഇതിനകത്ത് കയറാനായിട്ട് നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. 80-60 അങ്ങനെ എന്തോ ആണ് കേട്ടോ. കുട്ടികൾക്ക് പകുതി അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് കയറുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു വ്യൂ. ഏകദേശം ഒരു താജ്മഹലിൻ്റെ ഒക്കെ ഒരു ചെറിയ വേർഷൻ എന്ന് പറയാം കേട്ടോ. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നല്ല ക്ലീനായിട്ടും വൃത്തിയായിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അവിടെ ഉള്ളിൽ അധികം അങ്ങോട്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ഇടയ്ക്കൊക്കെ 1-2 വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത് അവിടെ ഒരു ചേച്ചി ഇങ്ങനെ ചെടി നനച്ചു കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല വെയിലും ചൂടുമാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ അതാ ചെറിയ പീരങ്കികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലിടുന്ന ആ ഒരു ഉണ്ട ഉണ്ടല്ലോ, അതൊക്കെ ഇതാ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്. ഉള്ളിൽ കയറി പോകുമ്പോൾ നിറയെ ചുമർ ചിത്രങ്ങളുണ്ട് കേട്ടോ. ആ യുദ്ധം നടക്കുന്ന സമയത്തുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചുമർ ചിത്രങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ബിൽഡിങ്സിലുള്ള ഓരോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. അതൊന്നും വല്ലാണ്ട് മെയിൻറ്റെയിൻസ് ചെയ്തിട്ടില്ല. പിന്നെ അവർ ആ ഒരു ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള കുപ്പായം, അതുപോലെ കത്തി, വാള് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു ടൈമിൽ യുദ്ധം നടന്ന സമയത്തുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് മാത്രമല്ല, ഇനിയും ഇതിൻ്റെ അകത്ത് ഒരുപാട് കാണാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് പകുതി ആയപ്പോഴാണ് പറഞ്ഞത് ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, വീഡിയോ നോട്ട് അലൗഡ് എന്നാണ്, ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ. പക്ഷെ എനിക്കത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ള സെക്യൂരിറ്റി പെട്ടെന്ന് ഞാൻ വീഡിയോ ആണോ ഫോട്ടോ ആണോ എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. എടുത്തത് മാത്രം നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തന്നാണ് കേട്ടോ. നമ്മൾ വീഡിയോസിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണാനാണ് കേട്ടോ ഒരുപാട് ഭംഗി. അപ്പോൾ നിങ്ങൾ എന്തായാലും മൈസൂർ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു മ്യൂസിയം പോയി കാണണം. ഒരുപാട് കാണാനായിട്ട് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ടിപ്പു സുൽത്താൻ്റെ ഫാമിലി മൊത്തം ഖബറടക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ വരുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെരുപ്പ് വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. ഈ ഒരു കല്ലൊക്കെ നല്ലപോലെ പതഞ്ഞ് ചൂടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കാലൊക്കെ നന്നായി പൊള്ളിയിട്ട് ഞങ്ങൾ ഓടുമായിരുന്നു കേട്ടോ. ചെരുപ്പ് നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഇടാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് പൈസ കൊടുത്തിട്ട് ചെരുപ്പ് അവിടെ എടുത്ത് വെക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ഊരിയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് കയറാം. ഇതൊരു മക്ബറയാണ് കേട്ടോ. കുറേ ഖബറടക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ മക്ബറയാണ്. ടിപ്പു സുൽത്താൻ്റെ ഇപ്പ, ഉമ്മ, പെങ്ങന്മാർ, മക്കൾ അങ്ങനെ എല്ലാവരുമായിട്ട് ടിപ്പു സുൽത്താൻ്റെ മൊത്തം ഫാമിലിനെ ഖബറടക്കിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് മക്ബറ ആയതുകൊണ്ടാണ് ഇവിടെ ചെരുപ്പ് യൂസ് ആക്കാൻ പാടില്ല എന്നുള്ളത്. ഓരോരുത്തരുടെ പേരും ഇതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ മക്കളുടെയും പെങ്ങളുടെയും വാപ്പയമ്മയൊക്കെ ആ അകത്താണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്കിതാ ഉള്ളിൽ കയറുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഒന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് കണ്ടിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചരിത്രപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുത്തത് കേട്ടോ. കാണാൻ ആ ബിൽഡിങ്ങുകളൊക്കെ പഴമയാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഹൗളാണ് കേട്ടോ. നമ്മൾക്ക് ഇവിടെ നിസ്കരിക്കാനൊക്കെ ആയിട്ട് ഒന്നു കൊടുക്കാനായിട്ട് പണ്ടുള്ള ആ ഒരു ഹൗളാണ്. ഇപ്പോൾ അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ആ പുൽത്തകിടിയിലൊക്കെ ഒന്ന് ഇരുന്ന് കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവരെ കളിപ്പിച്ചിട്ട് ഇനി നമ്മൾ പോകുന്നത്, നമ്മൾ റൂം എടുത്തിട്ടുണ്ട് കേട്ടോ മൈസൂരിൽ. ആ റൂമിലേക്ക് പോയി നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച്, നമ്മൾ സാരി ആയിരുന്നല്ലോ അപ്പോൾ വൈകുന്നേരം വരെ ആകുമ്പോഴത്തേക്ക് ക്ഷീണിച്ച്, അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇനി നമ്മൾ പോകുന്നത് വൃന്ദാവൻ ഗാർഡൻ കാണാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ചായയൊക്കെ കുടിച്ചു കേട്ടോ. നല്ല കാപ്പിയായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ കാപ്പിക്കും ചായക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവുമാണ്, പക്ഷെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ഒരു കാപ്പിക്ക് 17-18 രൂപയാണ് കേട്ടോ. ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പാനിപൂരി വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പാനിപൂരി. പക്ഷെ ഞങ്ങൾക്ക് മസാല പൂരിയാണ് കേട്ടോ കിട്ടിയത്. അവിടെ പാനിപൂരി ഉണ്ടായിരുന്നില്ല. സംഭവം
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും മസാലപൂരിയൊക്കെ കഴിച്ചിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് കുറച്ചൊരു 10 മിനിറ്റൊക്കെ വേണ്ടി വരുന്നുള്ളൂ കേട്ടോ വൃന്ദാവൻ ഗാർഡനിലേക്ക്. ഞങ്ങൾ പൂളൊക്കെ ഉള്ള റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നൈറ്റ് പൂളിലൊക്കെ കളിച്ചിട്ട് നല്ല വൈബായിരുന്നു കേട്ടോ. പക്ഷേ ആ പൂളിലത്തെ ഒന്നും വീഡിയോ എനിക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. വൃന്ദാവൻ ഗാർഡനിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 150 രൂപ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു 10 മിനിറ്റ് പോലും നിൽക്കാൻ സാധിച്ചില്ല. കാരണം മെയിൻ്റെനൻസ് അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല ലൈറ്റും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെയൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം അവർ മാറ്റിയിട്ടുള്ള മെയിൻ്റെനൻസും ഇല്ല. നമ്മുടെ ഡിച്ച് നാറുന്നതിലും അപ്പുറമായിരുന്നു അവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ സ്മെല്ല്. ആ സ്മെല്ല് സഹിച്ച് നിൽക്കാൻ പറ്റാതെ ഞങ്ങളൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. നമ്മുടെ മലമ്പുഴൻ്റെ ഒരു ഡബിൾ മടങ്ങ് വലിപ്പമുണ്ടാവും ഈ ഒരു ഗാർഡനൊക്കെ സംഭവം സെറ്റിങ്ങൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന ഒരു വെള്ളം പമ്പ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളം തന്നെ മൊത്തത്തിൽ സ്മെല്ലടിച്ചിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് പോലും അറിയില്ല. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 150 രൂപ വെച്ച് ഇവർ വാങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഒരുപാട് ആൾക്കാരും കാണാനായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഒരിക്കലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വൃന്ദാവൻ ഗാർഡൻ കയറിപ്പോയി കാണരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾക്ക് പോയിട്ട് കയറി ഒരു 10-15 മിനിറ്റ് വരെ കുട്ടികളെ കൊണ്ട് കയറ്റിയപ്പോൾ അവരെന്തായാലും വാശി പിടിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി മാത്രം ഞങ്ങളൊരു 10 മിനിറ്റ് നിന്നുള്ളൂ. അത് കഴിഞ്ഞത് ഞങ്ങൾ തിരിച്ചിറങ്ങി. രാത്രിയാകുമ്പോൾ നിറയെ ലൈറ്റിങ്ങും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഈ ഒരു വെള്ളം പമ്പ് ചെയ്യുന്നതും ലൈറ്റ് സെറ്റ് ചെയ്തതും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിനൊന്നും ഒരു കുറ്റമില്ല. പക്ഷേ ആ ഒരു വെള്ളം അവർക്കൊന്ന് മാറ്റായിരുന്നു. വെള്ളത്തിൻ്റെ സ്മെല്ല് കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും വൃത്തികെട്ട സ്മെല്ലായിരുന്നു കേട്ടോ വെള്ളം. നമ്മുടെ ഈ ലോക്കൽ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ഡിച്ചിൻ്റെ മണമുണ്ടല്ലോ, അതായിരുന്നു അവിടെ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ. നമ്മൾ കൈ കൊണ്ട് പോലും തൊട്ടുപോകില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഈ ഒരു വെള്ളം. ഞങ്ങൾ 3 ഫാമിലി കയറിയിട്ട് ഫസ്റ്റ് ഫാമിലി ഒരു 10 മിനിറ്റില്ല, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർ പുറത്തു പോയി. പിന്നെ ഞങ്ങൾ 2 പേരും ഞാനൊന്ന് ജസ്റ്റ് വന്നതിന് എന്തെങ്കിലും വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വേണ്ടിയിട്ട് കടിച്ച് പിടിച്ച് നിന്നതാണ് കേട്ടോ. അവിടെ തന്നെ നല്ലൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ലാസ്റ്റ് ഇത് വേറെ ഒന്ന് വന്നുള്ളൂ കേട്ടോ. ഇവിടെ കൃഷ്ണൻ്റെ രാധൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, അത് വരെ വന്ന് ഞങ്ങൾ വേഗം തിരിച്ചു പോയി കേട്ടോ. നല്ല പോലെ തിരക്കുണ്ട്, വെക്കേഷൻ്റെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കാണാനായിട്ട് ഏറ്റവും ഭംഗി പറയാൻ നിറയെ കടകളുണ്ട് കേട്ടോ. കടകളിൽ കമ്മലായിട്ടും അതുപോലെ ഫ്രൂട്ട്സായിട്ടും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ച് കാണാം. ഈ ചക്കയുടെ വില കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഒരു ചക്ക എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചക്ക അവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഒരു ചുള ചക്കയ്ക്ക് 10 രൂപ, അങ്ങനെ 3 ചുള ചക്ക ഒരു സെറ്റായിട്ട് 30 രൂപയ്ക്കാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ സ്വീറ്റ്സും അതുപോലെ തന്നെ ചപ്പൽസൊക്കെ വെറും 100 രൂപയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെ വല്ലാണ്ട് പർച്ചേസിനൊന്നും അവിടെ നിന്നില്ല, നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ മൊത്തം ടൈം ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ടൈമൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ ഫ്രഷ് ആയിട്ട് ഇത് അവിടെ അങ്ങനെ മീൻ വറുത്ത് കൊടുക്കുന്നുണ്ട്, അതിനിങ്ങനെ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വൃന്ദാവൻ ഗാർഡൻ കണ്ട് നേരെ ഇനി റൂമിലേക്ക് എത്തിയിട്ടോ. ഇനി നമുക്ക് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളിനെയൊക്കെ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവരെ ഫ്രഷ് ആവാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവരാണെങ്കിൽ പൂള് കണ്ടതും പൂളിലേക്ക് ചാടാൻ തിരക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് വന്ന് കുട്ടികളിലേക്ക് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സാദാ ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ 2 റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒന്ന് ഫസ്റ്റ് കാണിച്ചതും പിന്നെ ഒന്ന് ഇതും. ഇത് വെറും പ്ലെയിനായിട്ട് ഒറ്റൊരു റൂമാണ് കേട്ടോ. അതിൽ പിന്നെ 2 ബെഡ്റൂം വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാത്റൂമും ബെഡും കാര്യമൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ AC അല്ല, ഫാനാണ് കേട്ടോ, സീലിംഗ് ഫാനാണ്. അപ്പോൾ അതാ ബാത്റൂമും കാര്യമൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും ഉണ്ട്. റൂമൊക്കെ നല്ല വലിപ്പമുണ്ട്, അതുപോലെ ഇവിടെ TV ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗ്യാസൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ചോറിനുള്ള അരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൊന്നിയരിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ കഴുകി ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ചോറാകുമ്പോഴത്തേക്കും ചിക്കനൊക്കെ കഴുകിയിട്ട് അതിലങ്ങോട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും ചിക്കൻ കറിയും എല്ലാം റെഡിയായി. എല്ലാവരും കൂടെ ഒരു പാത്രത്തിലിരുന്നിട്ടാണ് കേട്ടോ കഴിച്ച്.
മക്കളിനോട് അങ്ങനെ തന്നെ കഴിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ വലിയവർ അങ്ങനെ തന്നെ കഴിച്ച്. സത്യം പറഞ്ഞാൽ ആ ഒരു വൈബ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോൾ കിട്ടൂല കേട്ടോ. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അടിപൊളി എന്നാട്ടോ പറയുന്നത്. അതിൽ കുറച്ച് തൈരൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അവർ ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പൂളിലൊക്കെ കളിച്ച് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടോ. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ കേട്ടോ എണീക്കുന്നത്. ഞങ്ങൾ പഴവും തക്കാളിയൊക്കെ പുറത്താണ് കേട്ടോ വെച്ച് കിടന്നത്. ആശാൻ രാവിലെ തന്നെ വന്ന് ആ പഴമൊക്കെ തീർത്ത് തക്കാളിയൊക്കെ തിന്ന് തീർത്തിട്ട് ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾ തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളത് പോയ ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ നമ്മളെല്ലാവരും ഫ്രഷായി റെഡിയായി ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഇനി നമ്മൾ പാത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് റൂമും വെക്കേറ്റ് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഒരു 3-4 സ്ഥലവും കൂടെ കാണാനുണ്ട്. അത് കഴിഞ്ഞതും നമ്മൾ രാത്രിയാകുമ്പോൾ മൈസൂരിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ കേരളത്തിലേക്ക് പോവുകയാണ് കേട്ടോ, നമ്മുടെ വീട്ടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം സൂയിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെയും ടിക്കറ്റിന് ഏകദേശം 100-120 ഉണ്ട് കേട്ടോ. വലിയവർക്ക് കുട്ടികൾക്ക് പകുതി അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഫസ്റ്റിനതാനായി ഒരു വേഴാമ്പലം കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഈ ക്യാമറയിൽ കാണുന്നതല്ല നേരിട്ട് കാണണം, നല്ല ഭംഗിയാണ് കേട്ടോ മലമുഴക്കി വേഴാമ്പൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി വരുന്ന ടൈമിൽ പക്ഷികളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മൃഗങ്ങൾ, ലവ് ബേർഡ്സും പലതരം പാരറ്റ്സും മയിലും അങ്ങനെയൊക്കെ ആയിട്ട് വെള്ള മയിലൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണ്. നമ്മൾ ഈ സൂ കാണാൻ വരുമ്പോൾ ഏകദേശം രാവിലെ നേരത്തെ വന്ന് കാണണം കേട്ടോ. വെയിൽ വരുന്നതിന് മുന്നായിട്ട് നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പുലി, സിംഹം അങ്ങനെയുള്ള സംഭവങ്ങളിനൊക്കെ കാണാം കേട്ടോ, ഗൊറില്ലനെയൊക്കെ. പക്ഷെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഒരു 10-11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ ഗൊറില്ല സിംഹമൊക്കെ ഉണ്ടല്ലോ കൂട്ടിൻ്റെ ഓരോ മൂലയിലും പോയി ഇരിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് വല്ലാണ്ട് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാ കണ്ടില്ലേ, ഇത് പുള്ളിപ്പുലിയാണ് കേട്ടോ. അത് കിടക്കുന്ന കണ്ടില്ലേ, ഒന്ന് കാണാൻ വേണ്ടി പറ്റി. ഇനിയൊന്ന് ആ ഒരു കൂട്ടിൻ്റെ അറ്റത്ത് പോയി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് കയറുന്നതാണല്ലോ, കഷ്ടപ്പെട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾ അധികവും രാവിലെ നേരത്തെയോ അല്ലെങ്കിൽ വെയിലൊന്ന് പോയ ശേഷമോ വന്ന് കാണുക കേട്ടോ. ഈ വെയിലുള്ള ടൈമിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു അവസ്ഥയായിരിക്കും. നമുക്ക് ക്യാമറയെ കൂടെ സൂം ചെയ്തിട്ട് വേണം കാണാനായിട്ട്. ഈ ഒരു കടുവ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ക്യാമറയ്ക്ക് കൂടെ സൂം ചെയ്തിട്ടാണ് കേട്ടോ കണ്ടത്. അതുപോലെ തന്നെ അതാ സിംഹം കിടക്കുന്നുണ്ടല്ലേ, അതും ഇതുപോലെ സൂം ചെയ്തിട്ടാണ് കേട്ടോ. ഒന്നും ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നില്ല, എല്ലാം ദൂരെ ഓരോ മുക്കിലോ മൂലയിലോ കേട്ടോ പോയി കിടക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗൊറില്ലയാണ് കേട്ടോ. അതിൻ്റെ അകത്തൊരു ഗൊറില്ല കിടക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റൂല, കാരണം ഗുഹ പോലെയാണ്. അതിൻ്റെ കളറും ആ ഒരു ഇരുണ്ടതായതുകൊണ്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നത് കാണാൻ പറ്റില്ല. പിന്നെ അത് തൊട്ടപ്പുറത്തൊന്നും ഇത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിനൊന്ന് കാണാൻ വേണ്ടി പറ്റി. പിന്നെ അപ്പുറത്തുള്ളത് ഇതിങ്ങനെ ബാക്ക് ഭാഗം കാണിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ നമ്മളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ചില മൃഗങ്ങൾ ഇങ്ങനെ ഗൊറില്ലയും അതുപോലെ കടുവയൊക്കെ ഉണ്ടല്ലോ ദൂരെ ഉള്ളിൽ പോയി മറഞ്ഞിരിക്കുന്നുണ്ട്. ഓരോന്നും ഈ വെയിൽ വരുന്ന സമയത്തെ തളർന്നു പോയി കിടക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ ഗൊറില്ല, സിംഹം, കടുവ, പുലി അങ്ങനെയൊക്കെയാണല്ലോ പറയുക, പക്ഷെ അതിൻ്റെ തനതായ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുരങ്ങന്മാരിൽ പല ടൈപ്പും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ പേര് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മൊത്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, ജസ്റ്റ് ഓരോന്നിനും ഞാൻ കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സീബ്ര, പിന്നെ ഇതാ കരടി കുട്ടികൾ, കരടി 1-2 ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. 2-3 ടൈപ്പ് കരടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ചെന്നായനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ തിരുവനന്തപുരം പോയിട്ടുണ്ടായിരുന്നു സൂ, അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല ടൈപ്പ് മാനുണ്ട് കേട്ടോ, അതിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സൂ 5 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് അവിടെ അടുത്തായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ നടക്കുന്ന ഓരോ സ്ഥലങ്ങളും ഏതൊക്കെ കണ്ടു എന്നുള്ളതും കാണാൻ ഇനിയുള്ളതും നടക്കാനുള്ള ഏരിയക്കായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് വിശ്രമ സ്ഥലങ്ങളുണ്ട്, അതുപോലെ കുടിക്കാനായിട്ട് വെള്ളമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് വാട്ടർ ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊന്നും അലൗഡ് അല്ല. പിന്നെ ഈ കാണുന്ന ആനയുണ്ടല്ലോ, ഇത് ശ്രീലങ്കൻ ആനയാണ് കേട്ടോ. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പ്രത്യേകത അതിനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കണ്ടാലറിയും. ഇനി പാമ്പ് സ്ഥലം
ഇതിന്റെ തല അവിടെ അതിന്റെ കലങ്ങിയതാണ് ചെറിയ ചെടിയും ചെറിയ കണ്ണും പക്ഷെ വായും വയറ് നോക്കുക. സ്ട്രിജും ഭാര്യയാണ്. അവസാനം ജിറാഫോട് കൂടി നമ്മുടെ സൂ സന്ദർശനം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോ അടുത്തതിൽ